ഇവിടേക്ക് വെള്ളം ശേഖരിക്കുന്ന എവിടുന്നാ? ഇവിടെ അടുത്തുള്ള കാട്ടരുവെന്നാണ് മാഡം. അതായത് ജനവാസ പ്രദേശത്ത്. അതെ, ഇവിടെ 500ഓളം കുടുംബങ്ങളുണ്ട്. അല്ല, അതൊക്കെ ആദ്യകാലത്ത് പഞ്ചായത്ത് വകയായിരുന്നില്ലേ? അതെ മാഡം. ആ, എത്തിയോ സാറേ? ആ, എന്നാ ശരി. മാഡം, MLA വരുന്നുണ്ട്. നമസ്കാരം. കളക്ടർ വളരെ നേരത്തെ എത്തിയല്ലേ? എനിക്ക് പെട്ടെന്ന് മടങ്ങണം. സെക്രട്ടേറിയറ്റിൽ വെളുപ്പിനെ എത്തേണ്ടതാ. ആയിക്കോട്ടെ സർ, സാറിന് പെട്ടെന്ന് പോവാം. എന്നാ പിന്നെ ചടങ്ങിലേക്ക് നീങ്ങല്ലേ? ഓക്കെ. ചടങ്ങ് വളരെ ലളിതമാക്കാൻ പറഞ്ഞത് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ്. പരിപാടി ഗംഭീരമാക്കാൻ GK ഗ്രൂപ്പ് തയ്യാറായതാ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. വളരെ കാലമായി കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. അത് കണ്ടില്ലെന്ന് നടിക്കാൻ സ്ഥലം MLA എന്ന നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ? സർ, തീർന്നിട്ടില്ല. സാറ് തന്നെ, അതായത് നമ്മുടെ സ്ഥലം MLA തന്നെ ഇവിടെ വെച്ച് ആദ്യത്തെ ഗ്ലാസ് ജീവജലം കുടിച്ച് ഈ ഉദ്ഘാടനം പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മോളെ, ഒരു ഗ്ലാസ്. സർ വരൂ. സർ തുറന്നോളൂ. ശുദ്ധമായ വെള്ളം കുടിച്ചോളൂ സർ. അല്ല, പുഴവെള്ളം കുടിച്ചാലേ 2 ദിവസമായിട്ട് തൊണ്ടയ്ക്കൊരു വേദന, നീരിറക്ക. ആണോ? ഇന്നാ ഞാൻ കുടിച്ചോളാം. മാഡം വേണ്ട. അതെന്താ? ഈ വെള്ളം മാഡം കുടിക്കരുത്. പിന്നെ? ഏറ്റവും മോശപ്പെട്ട സ്ഥലത്തൂടെയാണ് ഈ പുഴ ഒഴുകുന്നത്. ഇറച്ചി വേസ്റ്റും മറ്റു മാലിന്യങ്ങളും തള്ളുന്ന സ്ഥലമാണിത് മാഡം. പിന്നെ ഊരുമക്കൾ വെളിക്കിരിക്കുന്ന സ്ഥലവുമാണ്. അതിനെന്താ? പ്യൂരിഫൈ ചെയ്തിട്ടില്ല പമ്പ് ചെയ്യുന്നത്? അത് പേരിന് മാത്രമാണ് മാഡം, ഒരു ജോലിയും നടക്കുന്നില്ല. കേട്ടോ സർ, ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പാവങ്ങൾ പ്രതിഷേധിക്കാതെ നമുക്ക് വേണ്ടി സ്വീകരണം ഒരുക്കിയത് ഭയം കൊണ്ടാണ്. ഭയോ? ആരെ? എന്തിന്? GK ഗ്രൂപ്പ്, അതായത് ആണ്ടാൾ മുരുകൻ എന്ന ആളുടെ ബിനാമി. ഈക്കോളി ബാക്ടീരിയകളുടെ നിറസാന്നിധ്യം, മഞ്ഞപ്പിത്തം, കോളറ എന്നീ രോഗങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവാത്തതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇതൊന്നും ആരും പറഞ്ഞില്ല. ശരി, കുടിവെള്ളം ടാങ്കറിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അത് പോരാ സർ, അത് ആവശ്യത്തിന് തികയില്ല. ആ പുഴയിലെ വെള്ളം തന്നെ നന്നാക്കി കൊടുക്കണം. കോൺട്രാക്ട് ഗ്രൂപ്പിനെ കൊണ്ട് തന്നെ പരിഹാരം ചെയ്യിക്കണം. നിലവാരം കുറഞ്ഞ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കണം. ജനങ്ങളുടെ കുടിവെള്ളം ശുദ്ധമായിരിക്കണം. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വേറെ പ്ലാൻ തയ്യാറാക്കി പരിഹരിക്കണം. അവിടെയുള്ളവർക്ക് ശൗചാലയങ്ങൾ പണിയണം. ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കടന്നു കൈയല്ലേ? സർ, ഇത് കുടിവെള്ളമാണ്. ആദ്യം ഇത് ശുദ്ധീകരിക്കണം, ബാക്കിയൊക്കെ പിന്നെ. സർ, അതുവരെ ആ GK ഗ്രൂപ്പിന്റെ ഫണ്ട് ഒന്ന് തടഞ്ഞു വെക്കണം. ശരി. താങ്ക് യു സർ. ഒന്ന് മാറി. എന്താ മാഡം, ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉണ്ട്. മാൻകുന്നിനടുത്തുള്ള ഫാക്ടറിയിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് വിഷവാതകം ലീക്ക് ചെയ്തിട്ടുണ്ട്. നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ്. ഫോഴ്സ് എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. സ്ഥിതി കുറച്ച് വഷളാണ്. ഉടനെ പോണം. ഡ്രൈവറെ ഉണർത്തും. ഇപ്പോഴോ മാഡം? മാഡം തീരെ റെസ്റ്റ് ചെയ്തിട്ടില്ല. ഏയ്, ആദ്യം ഇത്, പിന്നെ റെസ്റ്റ്. ഇപ്പോൾ വരാം. ഓക്കെ മാഡം.
ഡോക്ടർ എവിടെ? ഡോക്ടർ ഇവിടെ ഇല്ല. ഡോക്ടർ ഇല്ലേ? സാധാരണ നൈറ്റ് ഡോക്ടർ ഇവിടെ ഉണ്ടാകാറില്ല. ക്വാർട്ടേഴ്സിലോ ഗസ്റ്റ് ഹൗസിലോ ആയിരിക്കും. ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് ഡോക്ടറെ അറിയിച്ചില്ല? അറിയിച്ചു. എന്നാ പോയി വിളിക്കടോ. ശരി മാഡം. ഈ ഫാക്ടറിയിലെ സേഫ്റ്റി ചെക്കിംഗ് ഒന്നുമില്ലേ? സാർ അത് മുമ്പ് ചെയ്തിരുന്നു സാർ. ഇപ്പോൾ ഉണ്ടോന്ന് അറിയില്ല സാർ. ആ ഫാക്ടറി ആരുടെ? സാറേ അത് സാർ ആണ്ടാൾ മുറിയുടെയാണ് സാർ. എന്താടോ? അവിടെ സ്ഥിതി വളരെ രൂക്ഷമാണ്. ഒത്തിരി പേർക്ക് പരിക്കുണ്ട്. അതിനെന്താ, നേഴ്സുമാരില്ലേ? അല്ലെങ്കിലും ഞാനിപ്പോൾ അങ്ങോട്ട് എഴുന്നള്ളിട്ട് എന്ത് ചെയ്യാനാ? കണ്ടില്ലേ സരോജൻ വിഷമിച്ചിരിക്കണേ. അതെ, ഞാൻ കാലത്ത് വരാം. താൻ വേണേ 2 വിട്ടിട്ട് പോയിക്കോ. സാർ, കളക്ടർമ്മ വന്നിരിക്കുകയാണ്. വളരെ ചൂടിലാണ്. ദൈവമേ, ആശുപത്രി ചുട്ടിരിക്കുമല്ലോ. ഞാനാണ് 2 വിട്ടും പോയി. ശ്ശോ, എന്ത് കഷ്ടാണ്. നടക്കടോ. ഈ അടുക്കി വെച്ചിരിക്കുന്ന ചാക്കുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതില്ല. അണ്ണാ ചോദിച്ചത് മറ്റേ നേരം. എന്താണ് ഫാക്ടറിയിലെ ദുരന്തം നമ്മുടെ മാഡം, CA ഐസക് ലൈനിലുണ്ട്. മാഡം, ഞാൻ ഐസക്കാണ് മാഡം. ആ പറയൂ ഐസക്. മാഡം, ഞാൻ ആണ്ടാൾ മുരുകന്റെ ഗോഡൌണിൽ നിന്നാണ് വിളിക്കുന്നത്. ആണ്ടാൾ മുരുകൻ അന്വേഷിച്ചു വന്നതാ. പക്ഷേ ആളവിടെ സ്ഥലത്തില്ല. ഗോഡൌണിൽ നോക്കിയപ്പോൾ ചാക്ക് നിറയെ നിരോധിച്ച നോട്ടുകൾ. ഈ വിവരം ലീക്കായിട്ടുണ്ടെങ്കിൽ അവരതെടുത്ത് മാറ്റും. അതുകൊണ്ട് ഞാൻ വിജിലൻസിനെ എൻഫോഴ്സ്മെന്റിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. മാഡം പെട്ടെന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ സൗകര്യമായിരുന്നു. ഞാൻ ഇവിടെ തന്നെയുണ്ട് മാഡം. ആ ഞാൻ പറ്റാം. ശരി. ഓക്കെ. അവിടെയാണ് മാഡം. മാഡം, മാഡം എന്താ ഇവിടെ? ഐസക് എവിടെയാണ്? വരൂ മാഡം. ഇതാ ഇതെല്ലാം ആണ് അതിനകത്താണ്. മേഡം, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതാ അവിടെയാണെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. മുരുക, എന്നെ ഇവിടെ എത്തിക്കാൻ നീ ഒരുപാട് പൈസ ചെലവാക്കി. എനിക്കതറിയാം. കാരണം നീ മിടുക്കനാ, സകല കളറിയും പറ്റിയവനാ. പക്ഷെ നിനക്ക് തെറ്റി. പയറ്റി തെളിഞ്ഞവളല്ലേ, ഒന്ന് പയറ്റിയാലും ആവാം. അവസാനമായിട്ട്.
മോള്. നമ്മുടെ മോള് മോള് ഞാൻ തിരിച്ചു വരും.